KTU B.Techന്റെ S6CSE ഉള്ള elective ആണ് CST332 Foundations of Security in Computing. നമ്മളെ പുതിയ സ്കീം, അതായത് 2019 സ്കീമിലെ സബ്ജക്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ സിലബസിൻ്റെ ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഫൗണ്ടേഷൻസ് നമ്മൾ പേരിൽ തന്നെ പറയുന്നുണ്ടെങ്കിൽ കൂടുതലും അതുകൊണ്ട് വരുന്നത് മാത്തമാറ്റിക്കൽ ഒരു ബേസിക്സ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ 1, 2, 3 എന്ന് പറയുന്ന മോഡ്യൂൾസിൽ കൂടുതലും വരുന്നത് മാത്സ് ആണ്. ഈ 4, 5 കംപ്ലീറ്റ്ലി തിയറിറ്റിക്കൽ ആയിട്ടുള്ള മോഡ്യൂൾസ് ആണ്. സോ 1, 2, 3 കുറച്ച് കൂടുതൽ മാത്സ് ആയിട്ട് വരുന്നുണ്ട് അതിൽ. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ കാണുകയാണെങ്കിൽ അതിൻ്റെ അകത്തെ പോർഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. മെയിൻ ഫോക്കസ് ഓൺ മോഡുലാർ അരിത്മെറ്റിക്. അപ്പോൾ അതിൻ്റെ അകത്ത് അരിത്മെറ്റിക്, ഇൻറ്റിജർ അരിത്മെറ്റിക് എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഡിവിഷൻ എന്താണ്, ഡിവിസിബിലിറ്റി എന്ന റിലേഷൻ എന്താണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ അറിയേണ്ടത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസ് അല്ലെങ്കിൽ GCD. അപ്പോൾ ഈ GCD കമ്പ്യൂട്ടേഷന് വേണ്ടി ഉള്ള അൽഗോരിതമാണ് യൂക്ലിഡിയൻ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ യൂക്ലിഡിയൻ അൽഗോരിതത്തിന് 2 വേർഷൻസ് ഉണ്ട്. ഒരു ബേസ് വേർഷൻ ഫോർ ജസ്റ്റ് ഫൈൻഡിങ് ദ GCD, പിന്നെ സെക്കൻഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ ഒരു എൻഹാൻസ്ഡ് വേർഷൻ അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് വേർഷൻ. അത് ഉപയോഗിച്ച് നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സുകളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മോഡുലാർ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ പല വേറെ അൽഗോരിതംസിൽ, ക്രിപ്റ്റോഗ്രഫി അൽഗോരിതംസിലൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ലീനിയർ ഡൈഫറൻറ്റ് ഇക്വേഷൻ, അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. ഇനി മോഡുലാർ അരിത്മെറ്റിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്തെല്ലാം ഓപ്പറേഷൻസ് ആണ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. പിന്നെ ഏറ്റവും കോർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള പോർഷൻ എന്ന് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ ഓൾജിബ്രൈക് സ്ട്രക്ചേഴ്സിൻ്റെ പോർഷൻ. നിങ്ങൾ കുറേയൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും നമ്മുടെ ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ സബ്ജക്റ്റിൽ. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഗ്രൂപ്പ്, റിംഗ് ആൻഡ് ഫീൽഡ്സ്. അപ്പോൾ ഫീൽഡിനെ പറ്റിയാണ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കേണ്ടത്. ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫൈനൈറ്റ് ഫീൽഡുണ്ട്, ഇൻഫൈനൈറ്റ് ഫീൽഡുണ്ട്. അതിൽ ഫൈനൈറ്റ് ഫീൽഡിൽ തന്നെ ഒരു സ്പെസിഫിക് കാറ്റഗറിയാണ് നമ്മൾ ഈ GF ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഗലോയ്സ് ഫീൽഡ് അല്ലെങ്കിൽ ഗാൽവ ഫീൽഡ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഈ P എന്നല്ല P2 എന്നൊക്കെ പറയുന്ന നല്ല ഓർഡർ അല്ലെങ്കിൽ അതിൽ എത്ര എലമെൻറ്റ്സ് ആണ് നമ്മളതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത്രയും പോർഷൻസ് ആണ് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡൈഫറൻറ്റ് ഇക്വേഷൻ്റെ പ്രോബ്ലം ചോദിക്കാം, യൂക്ലിഡിയൻ അൽഗോരിതത്തിൻ്റെ പ്രോബ്ലം ചോദിക്കാം, അതുപോലെ തന്നെ ഈ ഫൈനൈറ്റ് ഫീൽഡിൻ്റെ പ്രോബ്ലം ചോദിക്കാം. ഈ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന മെയിൻ പോർഷൻ പ്രൈം നമ്പേഴ്സ് ആൻഡ് ഫാക്ടറൈസേഷൻ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. ഈ പ്രൈം പവർ ഫാക്ടറൈസേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത്, പിന്നെ പല ടൈപ്പ് പ്രൈംസ് അല്ലെങ്കിൽ പ്രൈം നമ്പർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പല അപ്രോച്ചുകൾ പലരും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ പെടുന്നതാണ് ഫെർമാറ്റ് പ്രൈം ആൻഡ് മെർസൻ പ്രൈം. ഇനി നെക്സ്റ്റ് വരുന്നത് കുറച്ച് തിയറംസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അപ്പം ബേസിക്കലി നമുക്ക് 2 തിയറംസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ഫെർമാറ്റ്സ് തിയറം, സെക്കൻഡ് യൂളേഴ്സ് തിയറം. അപ്പോൾ ഈ ഫെർമാറ്റ്സ് തിയറത്തിൻ്റെയും യൂളേഴ്സ് തിയറത്തിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രൂഫ്, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ എല്ലാ പ്രോബ്ലംസും വരാം. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് യൂളേഴ്സ് തിയറം ഡെഫിനേഷനിലേക്ക് അല്ലെങ്കിൽ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കമ്പോണൻ്റാണ് യൂളേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ. φ(n) നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ അതെന്താണ്, അതിൻ്റെ വാല്യൂസ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം, 4-5 ഇക്വേഷൻസും അതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയും ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് ബാക്കി വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്രൈമാലിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് അത് അലോട്ട് ചെയ്തിട്ടുള്ളത്. പ്രൈമാലിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടി പല ടൈപ്പ് അൽഗോരിതംസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ 2 ടൈപ്പ് ഇവിടെ ബേസിക്കലി പറഞ്ഞേക്കുന്നത് ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം, പ്രോബബിലിസ്റ്റിക് അൽഗോരിതം. ഇനി അതുപോലെ തന്നെ ഫാക്ടറൈസേഷൻ മെത്തേഡ്സും പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള 2-3 അൽഗോരിതംസ് ആണ് നമുക്ക് അതിനുള്ളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ P1 മെത്തേഡൊക്കെ അതിനുള്ളിലുള്ള ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. അപ്പോൾ അതാണ് സെക്കൻഡ് മോഡ്യൂൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി അൽഗോരിതം അല്ലെങ്കിൽ തിയറി, സ്റ്റേറ്റ്മെൻറ്റ്, പ്രൂഫ് ആ ലെവലിൽ വരാം. പ്രോബ്ലംസും ഇതിനുള്ളിൽ നിന്ന് വരാം. ഈ തിയറംസിൻ്റെ ഒക്കെ ആപ്ലിക്കേഷനായിട്ട് പ്രോബ്ലംസും വരാം. നെക്സ്റ്റ് ഈസ് മോഡ്യൂൾ 3. അപ്പോൾ അതിനുള്ളിൽ വരുന്നത് ലീനിയർ കോൺഗ്രുവൻസ്, പ്രിമിറ്റീവ് റൂട്ട് ആൻഡ് എലിപ്റ്റിക് കർവ് അരിത്മെറ്റിക്. അപ്പോൾ ഇതിൽ വേറെ പല സബ്ജക്ട്സിലും ഇൻക്ലൂഡഡ് ആയിരുന്നു ഈ 1 ഉം 2 മോഡ്യൂൾസൊക്കെ. വേറെ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഹയർ അസംബ്ലിയിലെ പഴയ സ്കീമിൽ ഇതിനും പഠിക്കുന്നുണ്ട്. പക്ഷേ കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഇലക്ട്രിക് കർവ് അരിത്മെറ്റിക് എന്ന് പറയുന്നത്. ഇതുവരെ ഒരു സബ്ജക്റ്റിലും ആ ഒരു പോർഷൻ ഇൻകോപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. മോഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ബേസിക്കലി വരുന്നത് ലീനിയർ കോൺഗ്രുവൻസ് റിലേഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, സൈമൾട്ടേനിയസ് ലീനിയർ കോൺഗ്രുവൻസ് എങ്ങനെ, പിന്നെ നെക്സ്റ്റ് ഒരു തിയറമാണ് ചൈനീസ് റിമൈൻഡർ തിയറം. ഇപ്പോൾ സൈമൾട്ടേനിയസ് കോൺഗ്രുവൻസുകൾ വരുമ്പോൾ നമുക്ക് അതിനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് CRT എന്ന് പറയുന്നത്. ദെൻ കോൺഗ്രുവൻസ് വിത്ത് എ പ്രൈം, പവർ മോഡുലസ്, സ്യൂഡോ പ്രൈം എന്താണ്, കാമിഷ്യൽ നമ്പേഴ്സ് എന്താണ്, ഇനി കോൺഗ്രുവൻസ് മോഡുലസ് സം പ്രൈം പവേഴ്സ് എന്ന് നമ്മളെങ്ങനെ സോൾവ് ചെയ്യും. നെക്സ്റ്റ് പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിമിറ്റീവ് റൂട്ട് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂസ് നമ്മളെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും. അതിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി പാർട്ടായിട്ട് നമുക്ക് വേണം പറയാൻ പറ്റുന്നതാണ് ഡിസ്ക്രീറ്റ് ലോഗരിതം. പിന്നെ ലാസ്റ്റ് പോർഷൻ ഞാൻ പറഞ്ഞു നമുക്ക് കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ടോപ്പിക്, ദാറ്റ് ഈസ് എലിപ്റ്റിക് കർവ് അരിത്മെറ്റിക്. അതിനകത്ത് പ്രൈം കർവ്സ് എന്താണ്, ബൈനറി കർവ്സ് എന്താണ്, 2 പോയിന്റ്സിൻ്റെ അഡീഷൻ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ബൈ കോൺസ്റ്റന്റ് എങ്ങനെ ചെയ്യാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മോഡ്യൂൾ 3ൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ 1, 2, 3 എന്ന് പറയുന്ന മോഡ്യൂൾസ് കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്കലാണ്.
തിയറംസ് ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് പ്രൂഫ് വരുന്നുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ പ്രോബ്ലംസും വരുന്നുണ്ട്. ഈ ലാസ്റ്റ് 2 മോഡ്യൂൾസ് മൊഡ്യൂൾ 4 ആൻഡ് 5 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി തിയറട്ടിക്കലാണ്. മൊഡ്യൂൾ 4 പറയുന്നത് കമ്പ്യൂട്ടർ ആൻഡ് പ്രോഗ്രാം സെക്യൂരിറ്റി. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്താണ്, അല്ല എന്തൊക്കെ ത്രെഡ്സ് അവിടെ ഫേസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ് അല്ലെ വൾണറബിലിറ്റീസ് എന്ന് പറയുന്നത്, ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം മെഷേഴ്സ് യൂസ് ചെയ്യാം, അറ്റാക്ക് ടൈപ്സ് ഏതെല്ലാം ഉണ്ട്, ബ്രൗസറിൽ അറ്റാക്ക് എങ്ങനെ, വെബ് അറ്റാക്സ് എങ്ങനെ, ഇമെയിൽ ടൈപ്പ് അറ്റാക്ക് എങ്ങനെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി പ്രോഗ്രാം സെക്യൂരിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാൽവെയർസിനെ പറ്റിയാണ് കൂടുതൽ നമ്മളതിൽ പഠിക്കുന്നത്. ഇനി ലാസ്റ്റ് മൊഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ അതിനുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഡാറ്റാബേസ് സെക്യൂരിറ്റി. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി, OSൽ നമ്മൾ സെക്യൂരിറ്റി എങ്ങനെയാണ് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിസൈൻ എന്താണ്. ഡാറ്റാബേസ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ഡാറ്റാബേസിൻ്റെ സെക്യൂരിറ്റികളുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ, എങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്യും പറഞ്ഞ കാര്യങ്ങളാണ് മൊഡ്യൂൾ 5ലും വരുന്നത്. അപ്പോൾ 4ഉം 5ഉം കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്, ബേസിക്കലി തിയറട്ടിക്കൽ പോർഷനാണ്. ഈ 1, 2, 3ൽ കംപ്ലീറ്റ്ലി മാത്സ് ആണ് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് പ്രോബ്ലംസ് പാർട്ട് എയിലും ബിയിലും എല്ലാം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഓഫ് സിലബസ്. ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത്രയും ബുക്കുകളാണ് നമ്മളുടെ സിലബസിൽ റെഫർ ചെയ്തത്. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്ന ഫൊറൂസിൻ്റെ ക്രിപ്റ്റോഗ്രഫി ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ഇനി സെക്കൻഡ് ഈസ് ചാൾസ് പ്ലീ ഫീച്ചർ, ആളുടെ സെക്യൂരിറ്റി ആൻഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ബുക്ക്. എല്ലാ ബുക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക്കലി ക്രിപ്റ്റോഗ്രഫി അല്ലെങ്കിൽ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുടെ ബുക്സാണ് ഇവിടെ നമ്മൾ റെഫർ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഈ 1, 2 പിന്നെ ഈ റെഫറൻസിൽ കാണുന്ന ഫസ്റ്റ് ബുക്ക്, ഇതിൽ 3ലും മിക്കവാറും എല്ലാ സാധനങ്ങളും കിട്ടും. ഇനി ആ മാത്സിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് വരുന്ന പോർഷൻസിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3rd ടെക്സ്റ്റ് ബുക്ക്, അതായത് എലിമെൻ്ററി നമ്പർ തിയറിയുടെ ജോൺസിൻ്റെ ബുക്ക് റെഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബേസിക്കലി കുറേ പോർഷൻസ് ഫൊറോസലിലും സ്റ്റോളിങ്സിലും ഒക്കെ ആയിട്ട് കിട്ടും. ഈ ലാസ്റ്റ് മൊഡ്യൂൾ തിയറട്ടിക്കൽ പോർഷൻസിന് വേണ്ടിയാണ് ബേസിക്കലി നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുള്ളൂ. ഇനി മാത്തമാറ്റിക്കൽ പോർഷന് വേണ്ടിയിട്ടാണ് ഈ 3rd ടെക്സ്റ്റ് ബുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫൗണ്ടേഷൻസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ബേസിക്സ്. ഇപ്പോൾ സെക്യൂരിറ്റി ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് മുമ്പ് കുസാറിൻ്റെ സിലബസിലുണ്ടായിരുന്നു. പിന്നെ KTU വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിനെ ക്രിപ്റ്റോഗ്രഫി ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന പേരിലേക്ക് മാറ്റി. അതിലുള്ള മെജോറിറ്റി പോർഷൻസാണ് ഇതിനുള്ളിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ അത് കൂടാണ്ട് അഡീഷണൽ ആയിട്ട് കുറേ പോർഷൻസ് കൂടി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഓഫ് ദ സിലബസ്. താങ്ക് യു.